ഹലോ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലേക്ക് പോകാമായിരുന്നു. അതായത് ഇവിടെ അടുത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത് ഇതാണ് നമ്മളിവിടെ നിന്നാണ് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ ഏറിക്കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേകതരം മറ്റേ എയർ ക്യാബൊക്കെ ഇല്ലേ, അതേപോലൊരു അതേപോലെ അതിൻ്റെ പേരെന്തായിരുന്നു? ഇഷ്ബാൻ എന്ന് പറയുന്നത്. ഹാബാൻ. അതാണ് ഇത് കണ്ട മനസ്സിലാവും. ഇത് ഇങ്ങനെ ഒരു കേബിളല്ല, മെഷീനായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ എയറിലാണ് സാധനം യാത്ര ചെയ്യുന്നത്. കണ്ടോ? അതെ, തൂങ്ങി നിൽക്കുന്ന സാധനം. പിന്നെ ഞങ്ങളിങ്ങനെ അടുത്തിവിടെ ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട് ഡോർട്ട്മുണ്ടിൽ. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയായിരുന്നു. കുറച്ച് നോളജ് ഉണ്ടാക്കട്ടെ. കുറച്ച് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഉള്ള യാത്രയിലേക്ക് പോയി. അതെ ഇവിടെ വന്നിട്ട് ജർമ്മൻ ഇല്ലാതെ പരിപാടിയൊന്നും നടക്കത്തില്ല. പോയി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മളിപ്പം ഇഷ്ബാനിൽ നിന്ന് ഇറങ്ങി അടുത്ത ഇതാ നമ്മൾ ഇന്നലെ കണ്ട ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു സൈഡാണ്. ഒരുപാട് പണിയൊക്കെ അടുത്ത് ഞങ്ങൾക്ക് പോകേണ്ടത് ഡോർട്ട്മുണ്ടിലേക്കാണ്. ഡോർട്ട്മുണ്ടിലേക്ക് നമ്മുടെ എസ്ബാൻ ഉണ്ട്. എസ്ബാൻ എന്ന് പറഞ്ഞാൽ അതെ, ഇവിടെ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ എസ്ബാൻ എന്ന് വിളിക്കുന്നു. യു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നെ യുബാൻ എന്ന് വിളിക്കുന്നു. അണ്ടർഗ്രൗണ്ട് വഴി പോകുന്ന പാസേജ് ട്രെയിനുകളെയാണ് യൂബാൻ എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണെന്ന് അതിന് വ്യക്തമല്ല. സ്ട്രീറ്റ് വഴി പോകുന്നതിനെയാണ് എസ്ബാൻ എന്ന് പറയുന്നത്. ഇതിലേത് രണ്ടും ഒരേ എനിക്ക് ഇഷ്ടംപോലെ പാതകളുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിന് ഇവിടെ ഒരു ഗുണമുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില മെഷീൻസിനേ ഉള്ളൂ രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആളില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സായി വരും. അതായത് ഒരു എസ്കലേറ്ററിൽ തന്നെ 2 മോഡലുള്ള എസ്കലേറ്റേഴ്സ് ഉണ്ട്. ഇല്ലാണ്ട് ഇതിപ്പോൾ വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ 2 സ്റ്റോപ്പേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് 2 സ്റ്റോപ്പ് പോയാൽ മതി. പക്ഷേ സമയം ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഏത് സമയത്ത് ഏതൊക്കെ ട്രെയിൻ ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോർട്ട്മുണ്ട് യൂണിവേഴ്സിറ്റി പോകുന്ന ട്രെയിനുകളും ലൊക്കേഷൻ എസ്ബാനിലേക്കും എസ്എല്ലിലേക്കും ഡോർട്ട്മുണ്ടിലേക്കും ഡിസൽഡോഫിലേക്കൊക്കെ പോകുന്ന ട്രെയിനുകളെല്ലാം എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കി എടുക്കണമെന്നേ ഉള്ളൂ. ലോജിക്കാണ് ഇതെല്ലാം. ഓക്കെ, ശരി. ഇവിടെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ സമയത്ത് ട്രെയിനൊന്നും വരത്തില്ല. ഇല്ല, ലേറ്റായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു സമയം ചെറിയ വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു ഇവിടെ ലോങ് ട്രെയിൻ, എന്തായാലും ട്രെയിനിൻ്റെ പേരെന്തായിരുന്നു? ലോങ് ഡിസ്റ്റൻസ് ഐ സി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനാണ്, ലോങ് ജേണി ട്രെയിൻസാണ്. സ്പീഡ് കൂടുതലാണ്, പെട്ടെന്ന് ട്രാവൽ ചെയ്യും. അതായത് ഇതെല്ലാം നമുക്ക്, അതായത് ഈ ടൈപ്പ് ട്രാവൽ ചെയ്യുന്ന ഇപ്പം ഞാൻ കാണിച്ച കേബിൾ എച്ച്ബാൻ ആണെങ്കിലും എസ്ബാൻ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഫ്രീ ഓഫ് ട്രാവലാണ്. അപ്പം ഫ്രീ ഓഫ് ട്രാവൽ എന്ന് വെച്ചാൽ മന്ത്ലി ഒരു 58 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ഐ സി ട്രെയിനിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിൽ പോകും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് സമയത്ത് വരത്തില്ല. നമ്മൾ ശരിക്കും ബുക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു കാര്യം മാത്രം വർക്കൗട്ട് ആകത്തില്ല.
എങ്ങനെയായാലും ആ ട്രെയിൻ ലേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സമയത്ത് എത്തുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ട്രെയിൻ യാത്ര നമ്മുടെ ഏകദേശം മെട്രോ പോലൊക്കെ തന്നെയാണ് ഇവിടെ. മെട്രോയിൽ നമ്മൾ കാശ് കൊടുക്കണം, ഇവിടെ അങ്ങനെ മന്തിലി കൊടുത്താൽ മതി എന്നുള്ള. മെട്രോയിൽ നമുക്ക് എനിക്കൊന്ന് കാർഡ് ഉപയോഗിച്ചിട്ട് അതേപോലെയൊക്കെ തന്നെ. Gelsenkirchen Hauptbahnhof, planmäßige Abfahrt 12:33 Uhr, heute voraussichtlich um 13:13 Uhr von Gleis 26, RE6 in Richtung Köln. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ലൊക്കേഷനായി. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്, മെയിൻ സ്റ്റേഷനാണ്, ഡോർട്ട്മുണ്ട് സ്റ്റേഷൻ. Ausstieg links. ഇനി അടുത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇനി ഇവിടുന്ന് നടന്നാൽ മതി അല്ലേ? ലൈബ്രറിയിലോട്ടല്ലേ, ഇവിടെ ഇങ്ങോട്ടല്ലേ? എങ്ങോട്ടോ പോകണം. സ്കൂളിൽ നിന്ന് എന്തോ വെക്കേഷൻ കൊണ്ടുവന്നു കേട്ടോ പിള്ളേരെല്ലാം. വെക്കേഷൻ ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് മുതൽ ഇവിടെ സമ്മർ വെക്കേഷനാണ്. എല്ലാവരും ആ ഒരു ത്രില്ലാണ്. ഇവിടെയൊക്കെ ഹോളിഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആഘോഷമാണ്. വെള്ളിയാഴ്ച ആയ കേസ് കണക്കിന് ബിയറും കുപ്പിയുമായി യുവാക്കൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവരുടെ ലോകം. അതെ അതെ അതെ, ശനി ഞായറും അവർക്ക് ആഘോഷമാണ്. ജീവിതത്തിൽ ആഘോഷമില്ലാതെ എന്ത് സന്തോഷം. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു സിറ്റിയാണ്. അതായത് എല്ലാ പ്രത്യേകതര സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ പ്രസന്റ്. ചെറിയ ബർഗർ കട. പ്രത്യേകത ഇവിടെ ഇവിടെ ബ്രെഡ് ഭയങ്കര ബ്രോട്ട് എന്ന് പറയുന്ന ബ്രെഡിനെ ഇവിടെ ബ്രോട്ട് എന്നാണ് പറയുന്നത്. ബ്രോട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്ലാറ്റ്ഫോംസ് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകേണ്ടതെന്ന്. അത് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ട്രെയിൻ ടു നമുക്ക് ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് പോകേണ്ടത്. തിരിച്ച് നടക്കട്ടെ. ഓക്കെ. പിന്നെ ഈ സൗണ്ട് ഒരുപാട് സംസാരിക്കാൻ ഒരുപാട് ഇത് എൻ്റെ മൈക്കും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഓക്കെ, ഇത് എസ് ബാനും യു ബാനും കണക്റ്റഡ് ആണ് കേട്ടോ. ടാങ്കിൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ പോയി കുടിക്കാം. ടാങ്കിൻ ഇവിടുത്തെ ഫേമസ് ആണ് റോസ്മാൻ. ഇതിൻ്റെ വേറൊരു കാര്യം, ഇവിടുത്തെ ഈ സംവിധാനത്തിൻ്റെ എല്ലാം പേര് DB എന്നാണ്. DB ഡോയ്ച്ച് ബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KSRTC ഒക്കെ പോലെ. അതെ, KSRTC ഇവിടെ ഡോയ്ച്ച് ബാൻ എന്ന് പറയും. ജർമ്മനിലെ KSRTC ആണ് ഡോയ്ച്ച് ബാൻ. അതെ അതെ, അതാണ് ബർഗർ ഗ്രീനുണ്ട്. എല്ലാം ബ്രെഡിന്റെ എല്ലാം ബ്രെഡ്. ഇവിടെ ബ്രെഡാണ് മെയിൻ. ബ്രെഡില്ലാത്തൊരു ആഘോഷമില്ല. ചേച്ചി കളറൊക്കെ ചെയ്ത് സെറ്റായിട്ട് പോവാ. ഇതാണ് മെയിൻ സിറ്റി, ഡോർട്ട്മുണ്ട് സിറ്റി. ഇതാണ് സിറ്റി. ആഹാ, നമുക്ക് ആ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഇതിൽ നിന്നാണ്. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം കിട്ടാത്തായിട്ടൊന്നുമില്ല. ഇവിടെ ഈ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്, സൈക്കിൾ കോൺഷ്യസ്. പിന്നെ അതേപോലെ സൈക്കിൾ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേക ഒരു ലൈൻ തന്നെ ഉണ്ട്. നോർമലി ഒരു ചുമന്ന ഇത് കണ്ടോ, ഇതാണ് ഇവിടെ നമുക്കൊരു മെഷീനുണ്ട്. അതായത് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇവിടെ ആളുണ്ട് എന്നാണ് അതിനർത്ഥം.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ആ സൈൻ മാറും. കില്ല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ലൈബ്രറി. ആവുന്നില്ല കേട്ടോ, കുറച്ച് നേരം ആയാലും. സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം വണ്ടിയും സൈക്കിളും അതൊക്കെ വന്നിങ്ങനെ നിൽക്കും. ഇവിടെ ഡോർട്ട്മുണ്ടിലെ ഫുട്ബോളിൻ്റെ എന്തോ ആണ്, അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ ഫുട്ബോളിൻ്റെ എന്തോ സംഭവമാണ് ഇവിടെ. സ്റ്റേഡിയം ഇതല്ല, പക്ഷെ ഇവിടെ എന്തോ ആണ് ഡോർട്ട്മുണ്ട് മെയിൻ ഫുട്ബോളിൻ്റെ. ഇതാണ് ഡോർട്ട്മുണ്ടിലെ ഫുട്ബോൾ മ്യൂസിയം. അത് നിലവിൽ ഇപ്പം കയറണമെങ്കിൽ കുറച്ച് കാശ് ചിലവുണ്ട്, അതുകൊണ്ട് ഇപ്പം കയറുന്നില്ല. പിന്നെ ഒരു അവസരത്തിലൊരു വലിയ വീഡിയോ ആയിട്ട് കാണിക്കാം. നമുക്കിപ്പോൾ പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലൈബ്രറി അതേപോലെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായി കുറച്ച് നേരം നമുക്ക് നോളജ് ഡെവലപ്പ് ചെയ്യാം. ഇവിടെ കയറണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കയറാം. ലൈബ്രറി എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആണ്, എപ്പോൾ വേണമെങ്കിലും വായിക്കാം. അത് ടൈമുണ്ട്, പക്ഷേ ആർക്കാണെങ്കിലും വായിക്കാം. പക്ഷേ ബുക്ക് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ മാത്രം ലൈബ്രറി കാർഡ് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡ് എടുക്കണ്ട, ഫ്രീ ആയിട്ട് കയറിയിരുന്ന് വായിക്കാം. എത്ര ബുക്ക് വേണമെങ്കിലും എടുത്ത് വായിക്കാം. എല്ലാവരും റിലാക്സ് ചെയ്യാണ്. കഫേ മോഡാണ് കേട്ടോ. മ്യൂസിയത്തിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വേറൊരു അവസരത്തിലാവട്ടെ. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. ഇവിടെ ഒരുപാട് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലേ, എല്ലാ വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ ശരി, ബൈ ബൈ, കാണാം. നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. ഞാൻ പുള്ളിക്കാരി പറയും, ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനിയും മുകളിലേക്ക് പോകണം. മുകളിലേക്ക് ഉയരം കൂടുമ്പോഴും അറിവ് കൂടുമെന്നാണ് ഭവിത പറയുന്നത്. ഹിസ്റ്ററി ഇവിടെ ജർമ്മൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ. ഓക്കെ, ജർമ്മൻ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ബുക്ക് എടുത്ത് വായിച്ചാൽ മതി. ഓരോ സെക്ഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. എസ്കലേറ്റർ നമുക്ക് വെറുതെ സ്റ്റെപ്പ് കയറി കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പഠിക്കാൻ വരുന്നവരെ മടിപ്പിക്കില്ല, സ്റ്റെപ്പ് കയറ്റി മടുപ്പിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് പോവുകയാണ്. ബൈ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറിക്കൂടെ സഞ്ചരിക്കുന്ന ആ ട്രെയിൻ. ഇത് യജ്മാൻ എന്നാണ് ഇവിടെ പറയുന്നത്. യജ്മാൻ കേബിൾ കാർ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് സത്യം പറഞ്ഞാൽ ഡ്രൈവേഴ്സൊന്നുമില്ല. രണ്ട് സൈഡിലും ഇപ്പം ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നു, ആ ലൊക്കേഷനിലേക്ക് തിരിച്ചു വരുന്നു. ഇതിന്